മലയാളികൾക്ക് സുപരിചിതയാണ് അനുമോൾ, പ്രത്യേകിച്ചും മിനി സ്ക്രീനിലെ പ്രേക്ഷകർക്ക്. ടെലിവിഷൻ പരമ്പരകളിലൂടെയായിരുന്നു അനുമോൾ തുടങ്ങുന്നത്. പിന്നീട് സ്റ്റാർ മാജിക്കിലെത്തിയതോടെ മിനി സ്ക്രീനിലെ ജനപ്രിയ താരമായി അനു മാറി. തൻ്റെ തുറന്ന സംസാരവും നിഷ്കളങ്കതയുമാണ് അനുമോളെ താരമാക്കി മാറ്റുന്നത്. സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ അനുവിന് സാധിച്ചിട്ടുണ്ട്. ഉദ്ഘാടന വേദികളിലെയും നിറസാന്നിധ്യമായിരുന്നു അനുമോൾ. തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ചും പലപ്പോഴായി അനുമോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ തന്നോട് മോശമായി പെരുമാറിയ ഒരു അനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു അനുമോൾ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിൻ്റെ വെളിപ്പെടുത്തൽ. പ്രതികരിക്കുന്നത് കൊണ്ട് എന്നെ മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഒരു റൈറ്റർ എന്നെ കൂടെയിരുന്ന് കഥ എഴുതാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്. അതിനാൽ പേര് പറയുന്നില്ല. ഈ ഫീൽഡിൽ നിന്ന് എന്നോട് മോശമായി സംസാരിച്ചത് അയാളാണ്. അയാൾക്ക് കൊടുക്കാനുള്ളത് എൻ്റെ അച്ഛൻ ഫോണിലൂടെ കൊടുത്തിട്ടുണ്ട്. അത് മതിയെന്നും കരുതി. അയാൾ എന്നെ വിളിച്ച ശേഷം മോൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് പോലെ മോൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ കോളേജിൽ പഠിക്കുകയായിരുന്നു. ആദ്യം ഞാനത് പോസിറ്റീവായിട്ടാണ് എടുത്തത്. വരാം സാർ എന്ന് പറഞ്ഞു. വിളിക്കാമെന്ന് അദ്ദേഹവും പറഞ്ഞു. ഇതൊക്കെ ഞാൻ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടു. അനു, എന്താണ് ഞാൻ വിളിച്ചിട്ട് വരാത്തത്? ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്നാണോ വിചാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. വരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അതോടെ ആ സീരിയലിൽ നിന്ന് എന്നെ കട്ട് ചെയ്തു. എനിക്ക് വിഷമം തോന്നിയിട്ടില്ല. ഇയാൾ വേറൊരു ചാനലിൽ ജോലി ചെയ്തിരുന്നു. ആ ചാനലിലെ മിക്ക സീരിയലുകളിലും എന്നെ നായകൻ്റെ അനിയത്തി വേഷങ്ങളിലേക്ക് വിളിക്കും. ഡ്രസ്സൊക്കെ റെഡിയാക്കി ഷൂട്ട് തുടങ്ങുന്ന ദിവസം ഞങ്ങൾ കൺട്രോളറെ വിളിക്കും. അപ്പോഴാകും പറയുക ചാനലിൽ നിന്ന് അനുവിനെ ഒഴിവാക്കാൻ പറഞ്ഞുവെന്ന്. എന്താണ് പ്രശ്നമെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇയാൾ കാരണമാണ് ചാനലിൽ നിന്ന് ഒഴിവാക്കിയതെന്ന്. അതിനുശേഷം ആ ചാനലിൽ ഒരു വർക്കിനും ഞാൻ പോയിട്ടില്ല. വിളിച്ചിട്ടും പോയിട്ടില്ല. അയാൾ മനഃപൂർവ്വം എന്നെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് വിളിച്ചപ്പോൾ പോകാതിരുന്നതിനാൽ. ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ മനഃപൂർവ്വം ക്യാരക്ടറിനെ കൊല്ലുകയോ വിദേശത്തേക്ക് പറഞ്ഞു വിടുകയോ ചെയ്യും. എല്ലാം ഇങ്ങനെ ആകണമെന്നില്ല. പക്ഷേ ഇങ്ങനെയും സംഭവിക്കാറുണ്ട്. പ്രതിഫലം ചോദിച്ചതിൻ്റെ പേരിൽ TA ചോദിച്ചതിൻ്റെ പേരിലൊക്കെയായിരിക്കും ഇത് സംഭവിക്കുക. എനിക്ക് ഒരുപാട് തുക കിട്ടാനുണ്ട്. ചിലപ്പോൾ 3000 രൂപയ്ക്ക് വേണ്ടി 1 മാസം കാത്തിരിക്കും. ഇപ്പോൾ എന്നോട് ആരും ഇങ്ങനെ ചെയ്യാറില്ല എന്നും അനുമോൾ വ്യക്തമാക്കി.